രണ്ടാമതായി നമ്മൾ കാണാൻ പോയത് ഹുമയൂൺസ് ടോംബ് കാണാനാണ്. ഹുമയൂണിൻ്റെ ഖബർ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. വൈകുന്നേരം സമയം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ വലിയ കവാടം കടന്ന് അകത്തേക്ക് നടന്നു. ദൂരെ ചുവന്ന മണൽക്കല്ലിൽ തീർത്ത ആ അത്ഭുതം തെളിഞ്ഞു വന്നു. മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹാജി ബീഗം 16-ാം നൂറ്റാണ്ടിൽ ഈ സ്മാരകം പണികഴിപ്പിച്ചു. 1565 നിർമ്മാണം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ ഉദ്യാന ഖബർ എന്ന പ്രത്യേകത ഹുമയൂണിൻ്റെ ഖബറിനുണ്ട്. ചുവന്ന മണൽക്കല്ലും വെളുത്ത മാർബിളും ഉപയോഗിച്ചാണ് ഈ ഭംഗിയുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പേർഷ്യൻ ശൈലിയിലുള്ള ചാർബാഗ് തോട്ട ക്രമീകരണം ഈ സ്മാരകത്തിന്റെ മുഖ്യ ആകർഷണമാണ്. ഉയർന്ന കുമ്പളവും സമമിതിയുള്ള രൂപകൽപ്പനയുമുള്ള ഈ ഖബർ പിന്നീട് നിർമ്മിച്ച താജ്മഹലിന് പ്രചോദനമായതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഇറാനിയൻ ശില്പി മിറാഖ് മിർസ ഗിയാസ് ആണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. 1993 ഹുമയൂണിന്റെ ഖബർ യുനെസ്കോ ലോക പൈതൃക സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടു. വൈകുന്നേരത്തെ ആ സൂര്യോത്സവത്തിൽ ഹുമയൂൺസ് ടോംബ് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. നമ്മൾക്ക് കുറച്ചധിക നേരം അവിടെ ചിലവഴിക്കാൻ കിട്ടി. ഒരുപാട് നല്ല ചിത്രങ്ങൾ എടുത്തു. തിരക്കില്ലാത്ത, ആൾക്കൂട്ടമില്ലാതെ ഇവിടെ ഒരു വട്ടം കൂടെ വരണമെന്ന് നല്ല ആഗ്രഹമുണ്ടായി. ചരിത്രം, ശില്പകല, പ്രകൃതി സൗന്ദര്യം എന്നിവ ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഡൽഹിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ചരിത്രവും ശാന്തിയും ഒരുമിച്ച് അനുഭവിക്കുന്നു. ഫോട്ടോഗ്രാഫർമാർക്കും ചരിത്രപ്രേമികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്നൊരു സ്ഥലമാണ് ഹുമയൂണിൻ്റെ ഖബർ. ഡൽഹി യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കരുതാത്ത, മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നൊരനുഭവം. ടാക്സി ഡ്രൈവർ സമീർ നമ്മളെ ഫോൺ ചെയ്തപ്പോഴാണ് സമയം വൈകിയതോർത്തത്. അടുത്ത സ്ഥലത്തേക്ക് പോകണം, പെട്ടെന്ന് ഇറങ്ങണം എന്ന് സമീർ പറഞ്ഞു. വൈകുന്നേരത്തെ ട്രാഫിക്കിൽ പെട്ടാൽ എല്ലാ പ്ലാനും കുളമാകും. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി